നമസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ഫെസ്റ്റിവലിൽ ഡോക്ടർ ശശി തരൂരിനോടാണ് ഒരു ചോദ്യം. ഒരു കുട്ടി ചോദിച്ചതാണ്, IAS IPSകാർക്കൊക്കെ വലിയ പരീക്ഷ നടത്തിയല്ലേ അവരെ തിരഞ്ഞെടുക്കുന്നത്, പക്ഷേ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരെ അങ്ങനെയല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ from ആലപ്പുഴ. ഇന്ത്യയിൽ സിവിൽ സർവൻസിനെയും ഓഫീസേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് റിഗ്രസ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിങ്ങിലൂടെയാണ്. പക്ഷേ the one who make the law മേക്കേഴ്സിന്റെ കാര്യം വരുമ്പോൾ അത് വോട്ടിംഗ് മാത്രം വെച്ചിട്ടാണ്. പക്ഷെ വോട്ടിംഗ് പല ഫാക്ടേഴ്സ് വെച്ച് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഈ ഡെമോക്രസിയിൽ ഒരു ഗുഡ് ലീഡർഷിപ്പ് എൻഷുർ ചെയ്യാൻ വോട്ടിങ്ങിന് സാധിക്കുമോ, അല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റിക് വാല്യൂസ് ഡാമേജ് ചെയ്യാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസോ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ അക്കൗണ്ടബിലിറ്റിയോ വെച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത് നല്ലൊരു ചോദ്യം തന്നെയാണ്. ഐ എം നോട്ട് ഷുവർ യു ലൈക്ക് മൈ ആൻസർ. പറയുന്നത് എന്തായാലും ഒരു സജഷൻ ചിലർ ഉണ്ടാക്കിയത്, പിന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് ചില എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, അല്ലേ? ഒരു BA അറ്റ്ലീസ്റ്റ് ഉണ്ടായാൽ മാത്രമേ മത്സരിക്കും. അത് പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ലോ ഉണ്ട്. എന്താണ്, വ്യാജമായ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിയിട്ട് എല്ലാവരും BA മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. പക്ഷേ അതിനെ എതിർക്കാൻ വേറൊരു കാരണമുള്ളത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. നമ്മൾക്ക് ഒരു ജനാധിപത്യത്തിനകത്ത് ജനങ്ങൾക്ക് അവരുടെ സ്വന്തം പ്രതിനിധികളെ ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനും അവർ തീരുമാനം ചെയ്യുന്ന പൂർണ്ണ അവകാശമുണ്ടാകും. അതിനർത്ഥം ഒരു നന്നായി പഠിച്ച ആളുകളോ ഒരു ഡോക്ടറോ ഒരു PhDയോ ഒരു ടീച്ചർ വരുമ്പോൾ ചില ക്വാളിറ്റി അതിന് കൊണ്ടുവരികയാണ്. പക്ഷേ ഒന്നും പഠിക്കാത്ത 8ാം ക്ലാസ്സിൽ ഇറങ്ങിപ്പോയ ഒരു കർഷകൻ ഒരു പക്ഷേ കർഷകരുടെ ആവശ്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രതിനിധിത്വം കൊടുക്കാൻ സാധിക്കും. ഇൻ എ വേ ദാറ്റ് എ ഡോക്ടർ ഓർ ഹൈലി ക്വാളിഫൈഡ് ടീച്ചർ മേ നോട്ട് ബി. മനസ്സിലായി? ആ വ്യത്യാസമാണ് ജനാധിപത്യത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്. ജനാധിപത്യം പറഞ്ഞാൽ എവ്രി വൺ ഷുഡ് ബി ഏബിൾ ടു ഹാവ് ദ റെപ്രസെന്റേറ്റീവ്സ് ദേ വാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. അപ്പോൾ അഥവാ ഒരു പിന്നെ ശരിക്കും എഴുതാൻ വായിക്കാൻ കൂടി അറിയാത്തൊരു വ്യക്തിക്ക് ആവശ്യമുണ്ട് ഇങ്ങനൊരു വ്യക്തി എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, കാരണം എൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ അവരെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൂർണ്ണ അവകാശം കൊടുക്കണം. പക്ഷെ ഞാൻ വേറെ കാര്യം ഒപ്പം കൂടി പറയാം. അതാണ് ക്ലാസിക്കൽ റെസ്പോൺസ്. അതുകൊണ്ടാണ് നമ്മളൊരു വോട്ടിംഗ് ടൈംലെസ് ക്വാളിഫിക്കേഷൻ വെക്കാത്തതും. അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥനാവാൻ നിങ്ങൾ പരീക്ഷ പാസ്സാവണം, ഡിഗ്രി ഉണ്ടാവണം, ഉദ്യോഗസ്ഥനാവണം. പക്ഷെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ അത് മാത്രം മതി. പക്ഷെ അതിനൊപ്പം വോട്ടേഴ്സ് ആർ ആസസ്. നിങ്ങളെ കുറിച്ച് നോക്കണ്ടേ? വോട്ട് ചെയ്ത് അതിന് ഒരു ഉത്തരവാദിത്തമുണ്ടല്ല. നമ്മളുടെ വോട്ടേഴ്സിൻ്റെ കോൺഷ്യസ്നെസ് കുറച്ചും കൂടി വന്നാൽ ഗൂഢമാരോ ഡ്രഗ്സോ, പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ ഭാരതത്തിൽ പലവരും ജയിച്ച് വന്നിട്ട് ശരിക്കും ക്രിമിനൽ എലിമെന്റ്സ് ആയി പല ഒരു 10-20 കേസുകൾ ചെയ്തിട്ടുണ്ടാകും. അവരാണ് ജയിച്ച് വരുന്നത്. പക്ഷേ അത് വോട്ടേഴ്സ് തിരഞ്ഞെടുത്തോ. ഈ വോട്ടേഴ്സ് കുറച്ചുകൂടി വോട്ടിംഗ് കോൺഷ്യസ്നെസ് വന്നാൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളിറ്റിക്സ് പ്രിൻസിപ്പിളും പോളിറ്റിക്സ് പെർഫോമൻസ് കണ്ടിട്ട് വോട്ട് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ആൾക്കാർ വരില്ല. അപ്പോൾ താങ്കൾക്ക് എനിക്കറിയാം, ഡെസ്മണ്ട് ടൂട്ടു സൗത്ത് ആഫ്രിക്കൻ നൊബേൽ പ്രൈസ് ജയിച്ച ഒരു വലിയൊരു മഹാൻ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടൂട്ടു, അദ്ദേഹം പറഞ്ഞു, വി നീഡ് ലീഡേഴ്സ് വി കൻ ബി പ്രൗഡ് ഓഫ്, നോട്ട് ലീഡേഴ്സ് വി ആർ അഷെയിംഡ് ഓഫ്. അതാണ് താങ്കളുടെ ചോദ്യത്തിൽ ഒടുക്കുന്ന ഒരു ചിന്ത, അല്ലേ? പക്ഷേ നിങ്ങൾ അതും പറയണം. അതിനൊപ്പം വോട്ടേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. വോട്ടേഴ്സിന് ബോധ്യമുണ്ടെങ്കിൽ അതിലിങ്ങനെ ഇവിടെ ആൾക്കാരെ അതിന് വോട്ട് ചെയ്യില്ല. പക്ഷെ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് ഇതിനുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ. അഥവാ ഇങ്ങനെയുള്ള ആൾക്കാരിനെ വേണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാർലമെന്റോ നിയമസഭയിലോ പിന്നെ പഞ്ചായത്തിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ അവർക്ക് പൂർണ്ണ അവകാശം ഉണ്ടാവണം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ. പിന്നെ അവർ എന്ത് ചെയ്തു ജയിച്ച ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ ഈ വോട്ടർമാരോട് ചോദിക്കണം. നിങ്ങൾ ഇവർക്ക് വോട്ട് കൊടുത്തത് ഈ 5 വർഷം എന്താ ഗുണം കിട്ടിയത്? ഈ അടുത്ത തവണ വോട്ട് ചെയ്യോ? അത് ഈ കുറച്ച് അറിവും കഴിവുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുകയോ ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ if the voters get better educated, the quality of the politicians will also improve. Good. I'll have a